പത്തനംതിട്ട ചെന്നീർക്കര ഐറ്റിയിൽ മാരകായുധങ്ങളുടെ ചിത്രമയച്ച് ഭീഷണിപ്പെടുത്തിയ ABVP പ്രവർത്തകൻ കസ്റ്റഡിയിൽ. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോളേജിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ ഭീഷണിയുണ്ടായത്. ABVP പ്രവർത്തകൻ മഹേഷിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ പന്തളത്ത് ഒരു സംഘർഷമുണ്ടായിരുന്നു, വീട് കയറി കാര്യാലയം ആക്രമിക്കുന്നു, അങ്ങനെ നിരവധി അക്രമ സംഭവങ്ങൾ. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവിടെയും ഇത്തരത്തിലൊരു ഭീഷണി, അറസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. അതുതന്നെയാണ് ഉന്മേഷ പറയാനുള്ളത്. പന്തളത്ത് അക്രമ സംഭവങ്ങൾ നടക്കുന്നു. ആക്രമണം പല കാര്യാലയത്തിന് നേരെയും അതുപോലെ തന്നെ ABVP പ്രവർത്തകരുടെ വീടിന് നേരെ നടക്കുന്നു. ഇന്നലെ SFI പ്രവർത്തകരെ ABVP പ്രവർത്തകർ മർദ്ദിക്കുന്നു. എന്തായാലും അതിൻ്റെ ഒരു തുടർച്ചയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചെന്നീർക്കര ITIയിൽ ഇന്ന് ഇലക്ഷനാണ്, യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണ്. അവിടെ ഉച്ചയോടുകൂടി പോളിംഗ് അവസാനിച്ചു. എന്തായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കോളേജിലെ ക്ലാസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ മാരകായുധങ്ങൾ, അത് വടിവാളുണ്ട്, നെഞ്ചാക്കുണ്ട്, ഇടിക്കട്ടയുണ്ട്, അങ്ങനെ പല കത്തിയുണ്ട്, അങ്ങനെ ഇത്തരത്തിലുള്ള മാരകായുധങ്ങളാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ അവർ പങ്കുവച്ചത്. ടൂൾസ് അപ്ലോഡിംഗ് എന്നായിരുന്നു കൃത്യമായ രീതിയിൽ ഈ മഹേഷ് എന്നയാൾ, ആ വിദ്യാർത്ഥി, ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ കുറിച്ചത്. എന്തായാലും ഇത് വലിയ വിവാദമായി. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് രാവിലെ മുതൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ DYFI SFI പ്രവർത്തകർ പോലീസിന് പരാതി നൽകുകയായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് രാവിലെ കോളേജിലെത്തിയ ഈ ITIയിലെത്തിയ മഹേഷിനെ രാവിലെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇലവന്തിട്ട പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് മാരകായുധങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചതിന് ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് കേസെടുക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത ഇതുവരെ ഇലവന്തിട്ട പോലീസ് നൽകിയിട്ടില്ല. എന്തായാലും ഗുരുതരമായ സാഹചര്യമാണ് അവിടെയുള്ളത്. അവിടെ SFI പ്രവർത്തകരും ABVP പ്രവർത്തകരും പരസ്പരം മത്സരിക്കുകയാണ്. അവിടെ തമ്പടിച്ച് നിൽക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ വിവരം. പോലീസും ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ